So hi students, welcome to Manorama Horizon. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇമേജ് ഇൻ കോൺവെക്സ് മിറർ ആൻഡ് മാഗ്നിഫിക്കേഷൻ. സോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ പഠിച്ചപ്പോൾ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ നമ്മൾ ഡിഫറെന്റ് കേസസ്, അതായത് ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വിൽ ബി പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഓർ ഡിഫറെന്റ് സിനാരിയോസ് അല്ലേ. നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിൽ ഇമേജ് ഒബ്ജക്റ്റിനെ വയ്ക്കുമ്പോഴുള്ള ടൈപ്പ് ഓഫ് ഇമേജ് ഫോർമേഷൻ, അതുപോലെ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്, അതുപോലെ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. അങ്ങനെ ഡിഫറെന്റ് സിനാരിയോസിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൈൻഡ് ഓഫ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോൺകേവ് മിററിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തത്. സോ കോൺവെക്സ് മിററിന്റെ കേസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫോർമേഷൻ അല്ലെ രണ്ട് ടൈപ്പ് ഓഫ് ഫോർമേഷൻ ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഈസ് ഒബ്ജക്റ്റ് വിൽ ബി അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ കിട്ടുന്നത് എന്നുള്ളതും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് വിൽ ബി ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ഓക്കെ, സോ ഈ രണ്ട് കേസ് മാത്രമേ നമ്മൾ കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ എന്താ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഔട്ട്വേർഡ് ആയിരിക്കും. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മിറർ ആണ് എന്ത്, കോൺവെക്സ് മിറർ അല്ലേ. സോ കോൺവെക്സ് മിററിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോൾ, സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളതൊക്കെ എന്താണ്, ഓൾ ദീസ് പോയിന്റ്സ് ആർ വിർച്വൽ. കോൺവെക്സ് മിററിന് ഈ പോയിന്റ്സ് ഒക്കെ വിർച്വൽ ആണ്. അതായത് അത് ബിഹൈൻഡ് ദ മിറർ ഫോം ചെയ്യുന്ന പോയിന്റ്സ് ആണ് എന്ത്, പ്രിൻസിപ്പൽ ഫോക്കസ്, അതുപോലെ സെന്റർ ഓഫ് കർവേച്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൻഡ് സെന്റർ ഓഫ് മിറർ വിൽ ബി കോൾഡ് ആസ് പോൾ. സോ നമുക്ക് വിർച്വൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മിററിന്റെ ബാക്കിൽ നമുക്ക് ഒരിക്കലും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് വി കനോട്ട് ഫൈൻഡ് ഔട്ട് ഇമേജസ്, റൈറ്റ്. സോ ഇമേജ് നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് എന്താണ്, ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അല്ലേ. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രണ്ട് കേസസിൽ റെസ്ട്രിക്റ്റ് ആവുന്നത്. അതായത് ഒബ്ജക്ട് വിൽ ബി അറ്റ് ഇൻഫിനിറ്റി സംവെയർ, ഒരുപാട് ദൂരെ ഇൻഫിനിറ്റിയിലായിരിക്കാം, ഓർ ഒബ്ജക്ട് വിൽ ബി ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോളിന്റെയും ഇൻഫിനിറ്റിന്റെ ഇടയിൽ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒബ്ജക്റ്റ് ഇരിക്കാം. സോ ഈ രണ്ട് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, ഒബ്ജക്ട് വിൽ ബി അറ്റ് ഇൻഫിനിറ്റി. സോ ആദ്യം നമ്മളൊരു കോൺവെക്സ് മിറർ കൺസിഡർ ചെയ്യുന്നു, ആൻഡ് ദിസ് വിൽ ബി ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ് അല്ലേ. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് എവിടെയാണ്, ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, അതായത് ഒബ്ജക്റ്റ് ദൂരെ ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ നമ്മൾ റേ ഡയഗ്രാംസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റേ ഡയഗ്രാം ഫോർ കോൺകേവ് മിറർ നമ്മൾ ഇമേജ് ഫോർമേഷന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിനകത്ത് നമുക്ക് ഡിഫറെന്റ് കേസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സിനാരിയോസ് ഓഫ് ലൈറ്റ് റേസ് ഓരോ സിനാരിയോയിൽ ഇമേജ് അല്ലെങ്കിൽ മിററിൽ വന്ന് തട്ടുമ്പോൾ എങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് റേ ഡയഗ്രാം വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇൻ കേസ് ഓഫ് കോൺവെക്സ് മിററിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റിയിൽ എവിടെയോ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻഫിനിറ്റിയിൽ നിന്നും വരുന്ന ലൈറ്റ് റേ നോർമലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എപ്പോഴും എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്, ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് നോർമലി നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്നതായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ വെന്നെവർ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കോൺവെക്സ് മിററിൽ ഒരു ലൈറ്റ് റേ വന്ന് പാസ് ചെയ്താൽ അല്ലെങ്കിൽ ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ, കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞ ഒരു ഡൈവർജൻ മിറർ ആണെന്നറിയാം. അതായത് ലൈറ്റ് റേ വിൽ ഡൈവേർജ് അവേ ഫ്രം ദി മിറർ അല്ലേ. പക്ഷെ നമുക്കറിയാം പ്രിൻസിപ്പൽ ഫോക്കസിൽ എന്ത്, ആ ഡൈവർജൻ ലൈറ്റ് റേ വിൽ ബി കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ് കോൾഡ് ആസ് പ്രിൻസിപ്പൽ ഫോക്കസ്. സോ ഇമേജ് ഒബ്ജക്റ്റിൽ നിന്ന്, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന എന്ത് ലൈറ്റ് റേസ് വന്ന് എന്ത് സംഭവിക്കും, ഡൈവേർജ് ചെയ്ത് പോവും. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി അപ്പിയറിംഗ് ഫ്രം ദ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ. സോ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വിർച്വൽ ഇമേജ് ആണ് വിച്ച് ഈസ് ഫോംഡ് ഓൺ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. രണ്ട് ലൈറ്റ് റേ നമ്മൾ നോർമലി എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, രണ്ട് ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് ഇമേജ് ഫോർമേഷൻ കിട്ടുന്നത് അല്ലേ. സോ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. സോ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് കോൺവെക്സ് മിററിന്റെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് റിയൽ, ഇറ്റ് ഈസ് വിർച്വൽ അല്ലേ. സോ നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഒന്ന് പോയിന്റ് ഇമേജ് ആണ് കിട്ടുന്നത്, ഒരു പോയിന്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിമിനിഷ്ഡ്. ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും, വെരി മച്ച് ഡിമിനിഷ്ഡ് അല്ലേ, വളരെ ചെറിയ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ്, റിയൽ ഓർ വിർച്വൽ, വി ആർ ഗെറ്റിംഗ് എ വിർച്വൽ ഇമേജ്. അതിന്റെ റീസൺ എന്താ, ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്,
ബിഹൈൻഡ് ദ മിറർ ആണ്. സോ ഇറ്റ് ഈസ് എ വിർച്വൽ ഇമേജ് ആൻഡ് ഇറ്റ് ഈസ് എൻ ഇറക്റ്റ് ഇമേജ്. ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇറക്റ്റ് ഇമേജ് ആണ്. ഓക്കെ, സോ ഇതാണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് വെൻ എവിടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആണിത്. ആൻഡ് ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് വിൽ ബി ഇൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് മിറർ. സോ നിങ്ങൾക്ക് ഇത് ഈസിലി ഇമേജ് ഫോർമേഷൻ നമുക്ക് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വി ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ലൈറ്റ് റേസ് എങ്ങനെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റ് റേസ് എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ റേ ഡയഗ്രത്തിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് തന്നെ പല പൊസിഷനിലും ഒബ്ജക്റ്റ് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഹൗ ദ ഇമേജ് വിൽ ബി. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. സെക്കൻഡ് കേസിൽ ഒബ്ജക്റ്റ് വിൽ ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. സോ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. നമുക്കൊരു കോൺവെക്സ് മിറർ അസ്യൂം ചെയ്യാം ആൻഡ് ദിസ് വിൽ ബി ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. സോ ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ വയ്ക്കുന്നു? ഇൻഫിനിറ്റിന്റെയും പോളിന്റെയും ഇടയിൽ. സോ ദിസ് ഈസ് ദ പോൾ ഓഫ് ദ മിറർ, റൈറ്റ്? സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ദിസ് വിൽ ബി ദ സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സോ ഒബ്ജക്റ്റിനെ നമ്മൾ മിററിന്റെ അടുത്ത് വയ്ക്കാം, ലൈക്ക് ആഫ്റ്റർ ഇൻഫിനിറ്റിന്റെയും പോളിന്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു റേ ഡയഗ്രാം അല്ലെങ്കിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ഒരു ലൈറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരികയാണ്. സോ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ലൈറ്റ് റേ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് എ ഡൈവേർജന്റ് മിറർ ആണ് അല്ലേ. ഡൈവേർജ് ചെയ്ത് പുറത്തോട്ടും. പക്ഷെ നമുക്കറിയാം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം വെയർ? പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് ആ ലൈറ്റ് റേ വരുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് വിൽ ബി ഓൺ പ്രിൻസിപ്പൽ ഫോക്കസ്. സെക്കൻഡ് ഇൻസിഡന്റ് ലൈൻ എന്ന് പറയുന്നത് ഓക്കെ, സെക്കൻഡ് ലൈറ്റ് റേ വി ആർ കൺസിഡറിങ് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേന്റെ പ്രത്യേകത എന്താ? ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓൾസോ സെയിം ഇവിടെ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. സോ ഇപ്പോൾ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷൻ സെയിം ഡയറക്ഷനിൽ തന്നെ റിഫ്ലക്റ്റും ചെയ്യും അല്ലേ. സോ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ലൈക്ക് കോൺവെക്സ് മിററിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. സെന്റർ ഓഫ് കർവേച്ചറും എന്താണ്? വിർച്വൽ ആണ്. സോ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റേ ഡയഗ്രാം ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ സെയിം പാത്ത് ആണ്, ദർ വിൽ ബി നോ ഡീവിയേഷൻ. സോ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ടു ലൈറ്റ് റേസ് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. സോ അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് ഒരു ഫസ്റ്റ് ലൈറ്റ് റേ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈറ്റ് റേ വരച്ചു. സോ ഇറ്റ് വിൽ ബി ഡൈവേർജ്ഡ് എവേ ഫ്രം ദ മിറർ. പക്ഷെ നമുക്കറിയാം ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. പിന്നെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ പ്രത്യേകത എന്താ? സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ വിൽ നോട്ട് ഹാവ് എനി ഡിഫ്ലക്ഷൻ. അത് സെയിം പാത്ത് തന്നെ ഫോളോ ചെയ്ത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, സോ കൂട്ടിമുട്ടുന്ന പോയിന്റ് വി ക്യാൻ സി. അവിടെയാണ് നമ്മുടെ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. സോ ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്താൽ നമുക്ക് ഇമേജിന്റെ പ്രോപ്പർട്ടീസ് അറിയാൻ പറ്റും. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, സൈസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഡിമിനിഷ്ഡ് ഇമേജ് അല്ലേ, ചെറുതാണ്. നമ്മുടെ ഒബ്ജക്റ്റിനേക്കാളും എന്താണ് സൈസ് കുറഞ്ഞൊരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത്, ഈസ് ഇറ്റ് റിയൽ ഓർ വിർച്വൽ? റിയൽ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒബ്ജക്റ്റ് എപ്പോഴും റിഫ്ലക്റ്റിംഗ് സർഫേസ് അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ഫോം ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ വിർച്വൽ ഇമേജ് അല്ലേ, കാരണം ഇത് ബിഹൈൻഡ് ദ മിറർ ഫോം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബിഹൈൻഡ് ദ മിറർ ആണ് നമ്മൾ ഈ ഇമേജ് ഫോർമേഷൻ കാണുന്നത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഫ്രം ദ പിക്ചർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ, ഇതൊരു ഇറക്റ്റ് ഇമേജ് ആണ്, നേരെ ഇരിക്കുന്ന ഇമേജ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് ഈ ഒരു ഇമേജിന്റെ പ്രോപ്പർട്ടീസ്. എവിടെ വയ്ക്കുമ്പോൾ ഒബ്ജക്റ്റ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എവിടെ? ഇൻഫിനിറ്റി ആൻഡ് പോൾ അല്ലേ. സോ നമ്മൾ രണ്ട് കേസ് സിനാരിയോസിലെ ഇമേജ് ഫോർമേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്ട് ബീയിങ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാകുമ്പോൾ നമ്മൾ നോർമലി ലൈറ്റ് റേസ് എന്താണ്? പാരലായിട്ട് ട്രാവൽ ചെയ്യും എന്നുള്ള ഒരു അസംഷനിലാണ് എടുക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന ലൈക്ക് ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് നോക്കി എന്താണ്? വളരെ ചെറുതാണ്, ഒരു പോയിന്റ് ഇമേജ്, നിയർലി എ പോയിന്റ് ഇമേജ്. വളരെ ചെറിയൊരു പോയിന്റ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓൾസോ വിർച്വൽ, കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്ന റിയൽ അല്ല, ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ മിറർ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനിൽ അതിനെ കാണാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ വിർച്വൽ ഇമേജ് ദാറ്റ് ഈസ് ഫോമിങ്. ആൻഡ് ഓൾസോ ഇറക്റ്റ് ഇമേജ്, ഇറക്റ്റ് ആണ്, ഇൻവേർട്ടഡ് അല്ല.
ആൻഡ് സെക്കൻഡ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്, ഇൻഫിനിറ്റിയും പോളിന്റെയും ഇടയിൽ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ഇമേജ് ഈസ് ഫോംഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് ഫോം ചെയ്ത പൊസിഷൻ എവിടെയാണ്, ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. പോളിന്റെയും ഫോക്കസിന്റെ ഇടയിലാണ് എന്ത് കിട്ടിയത്, നമുക്ക് ഇമേജ് ഫോർമേഷൻ കിട്ടിയിട്ടുള്ളത്. ഇമേജ് ഈസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. ആൻഡ് ഓൾസോ ഇമേജിന്റെ പ്രത്യേകതകൾ എന്താണ്, ഡിമിനിഷ്ഡ് ആണ്, സൈസ് കുറവാണ് ഒബ്ജക്റ്റിനേക്കാളും. ആൻഡ് ഇതും വിർച്വൽ ഇമേജ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ബാക്കർ സൈഡ് ഓഫ് ദ മിറർ. ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്, ഇൻവേർട്ടഡ് അല്ല. ഓക്കെ, സോ ഒന്ന് സമ്മറൈസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും, അറ്റ് ഇൻഫിനിറ്റിയിലാവുമ്പോൾ എന്താണ്, പൊസിഷൻ ഓഫ് ദ ഇമേജ് വിൽ ബി അറ്റ് ഫോക്കസ് എഫ് ആൻഡ് ബിഹൈൻഡ് ദ മിറർ. ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വിർച്വൽ. സൈസ് ഓഫ് ദ ഇമേജ് നോക്കിയാൽ ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് പോയിന്റഡ് ഇൻ സൈസ്, ഓൾമോസ്റ്റ് ഒരു പോയിന്റ് ഇമേജ് ആണ് കിട്ടുന്നത്. ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ് നോക്കിയാൽ എന്താണ്, വിർച്വൽ ആണ്, ഇറക്റ്റും ആണ്. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഇമേജ് ഓർ നോട്ട് ആൻ ഇൻവേർട്ടഡ് ഇമേജ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് പ്രോപ്പർട്ടി. ഓൾസോ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഫിനിറ്റി, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ. സോ നമുക്ക് ഇമേജ് കിട്ടിയത് എവിടെയായിരുന്നു, ബിറ്റ്വീൻ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിലാണ് നമുക്ക് ഇമേജ് ഫോർമേഷൻ കിട്ടിയത്, അതും ഓൾസോ ബിഹൈൻഡ് ദ മിറർ ആണ്. സോ സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് ആണ്, വെരി ഹൈലി ഡിമിനിഷ്ഡ് അല്ല. ഒബ്ജക്റ്റിന്റെ സൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോലെ ഇരിക്കുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ഇമേജ് ആണ്, ഓൾസോ ഇറക്റ്റ് ഇമേജ് ആണ്. സെയിം പ്രോപ്പർട്ടീസ് ആസ് ദ ഒബ്ജക്ട് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഇപ്പൊ കാണിച്ചേക്കുന്നത് എന്താണ്, ഒരു കോൺകേവ് മിറർ ആണ് അല്ലേ. ഒരു കോൺകേവ് മിററിൽ നമ്മളിപ്പോ ഇവിടെ ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്, ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ. സോ ഇമേജ് നമുക്ക് ഫോം ചെയ്തേക്കുന്നത്, ഇമേജ് ഫോർമേഷൻ ഓഫ് എ കോൺകേവ് മിറർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഫസ്റ്റ് റേ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പാരലൽ റേ ആയിട്ട് കൺസിഡർ ചെയ്തു, വിച്ച് വിൽ ബി ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസിംഗ് ത്രൂ ദ ഫോക്കസ് അല്ലേ. ഫോക്കസിലൂടെ പാസ് ചെയ്തു പോകുന്നു ലൈറ്റ് റേ. ദെൻ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേന്റെ പ്രത്യേകത എന്താ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ബി പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. സോ രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്ക് ഇമേജ് ഫോർമേഷൻ കിട്ടുന്നു. സോ ഇവിടെ ഇമേജിന്റെ പ്രത്യേകത എന്താ, ഇമേജിന്റെ നേച്ചർ ഓഫ് ഇമേജ് പറഞ്ഞാൽ എന്ത് പറയും, ഇറ്റ് ഈസ് എ റിയൽ ഇമേജ് അല്ലേ. കാരണം എന്താ, മിററിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് കിട്ടുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി, സൈസിന്റെ പ്രോപ്പർട്ടി എങ്ങനെയാ, ലാർജർ ഇമേജ്, അതായത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടിയ ഇമേജിന്റെ സൈസ്. പിന്നെ എന്താണ്, ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്, ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് ഇമേജ് അല്ലേ. സോ ഇതാണ് എന്ത്, 3 പ്രോപ്പർട്ടി ഓഫ് ദിസ് പർട്ടിക്കുലർ ഇമേജ്. ഈ ഒരു കിട്ടിയേക്കുന്ന ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആണിത്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിഫിക്കേഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അതായത് ഇവിടെ നോക്കിയാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമുക്ക് പറയാം ലൈക്ക് IM, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആയിട്ട് എടുത്താൽ, ആൻഡ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ OB എന്ന് എടുത്താൽ, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. സോ ഇമേജിന്റെ ഹൈറ്റ്, നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി ടൈംസ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട് ഈസ് ദ സൈസ് ഓഫ് ദ ഇമേജ്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നമുക്ക് വ്യക്തമാവും ലൈക്ക് ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ സൈസിനെ കമ്പയർ ചെയ്ത് എന്തുമാത്രം വലുതാണോ ചെറുതാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് മാഗ്നിഫിക്കേഷന്റെ ഒരു പ്രത്യേകത എന്താ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് അല്ലേ, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ് പറഞ്ഞു. സോ മാഗ്നിഫിക്കേഷൻ M ഈസ് ഇക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് നമ്മൾ HI എന്നും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുന്ന HO എന്നാണ്. സോ ദിസ് ഈസ് ദ മാഗ്നിഫിക്കേഷൻ. ആൻഡ് ഇതിന് യൂണിറ്റ് ഉണ്ടോ, ലൈക്ക് ഇത് രണ്ടും സെയിം യൂണിറ്റ് ആണ്, ഹൈറ്റ് ആണ്. ഇറ്റ് വിൽ ബി മീറ്റർ ആവാം ഓർ സെന്റിമീറ്റർ, ഇതും മീറ്റർ ഓർ സെന്റിമീറ്റർ. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ടേമിന് ദർ ഈസ് നോ യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് ഇല്ലാത്തൊരു ടേം ആണ്. സോ അതൊരു നമ്പർ ആണ്, ഒരു ഹോൾ നമ്പർ ആണ്. സോ ദാറ്റ് എന്താണ്, ഹോൾ നമ്പർ ഒരു നമ്പർ ആണ്. സോ ദാറ്റ് ആ നമ്പർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഓൾസോ മാഗ്നിഫിക്കേഷൻ നമ്മൾ എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടുള്ള മെഷർമെന്റ്, ദ മെഷർമെന്റ്സ് ടേക്കൺ അപ്വേർഡ്സ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് എല്ലാം എന്താണ്, പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. വേറാസ് ദ മെഷർമെന്റ്സ് ടേക്കൺ ഫ്രം ദ ഡൗൺവേർഡ്സ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ ഡൗൺവേർഡ് മെഷർ ചെയ്യുന്നതെല്ലാം നെഗറ്റീവും, അപ്വേർഡ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും അപ്വേർഡ് മെഷർ ചെയ്യുന്ന എല്ലാ ലൈക്ക് മെഷർമെന്റ്സും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇപ്പൊ ഈ കേസിൽ നോക്കിയാൽ
ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ് അപ്വേർഡ്സ് ഫ്രം ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിലോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ലെറ്റ് us say ഇതൊരു 2 സെന്റിമീറ്റർ ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലാണ്. സോ ദിസ് ഈസ് 2 സെന്റിമീറ്റർ. അതേസമയം ഹൈറ്റ് ഓഫ് ദ ഇമേജ് നോക്കിയാലോ, ഇറ്റ് ഈസ് മെഷേർഡ് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതൊരു 5 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ ഹൈറ്റ്. സോ ഹൈറ്റ് ഓഫ് ദ ഇമേജ് -5 സെന്റിമീറ്റർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇറ്റ് ഈസ് മെഷേർഡ് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഈ സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മാഗ്നിഫിക്കേഷൻ നോക്കിയാൽ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെ? സോ ഇറ്റ് ഈസ് -5/2. എത്രയായിരിക്കും? -2.5 അല്ലേ? 2.5 ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -2.5 എന്ന് പറയുമ്പോൾ എന്താണ്? ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ഇമേജിന്റെ സൈസിന് കൂടുതലാണ് എന്നുള്ളതാണ്. 2.5 ടൈംസ് ഇമേജിന്റെ സൈസ് ആണ് കൂടുതൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് മാഗ്നിഫിക്കേഷൻ ഈസ് അബൌട്ട്. ആൻഡ് ഓൾസോ സൈൻ കൺവെൻഷൻ നമ്മൾ താഴോട്ട് മെഷർ ചെയ്യുമ്പോൾ, പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ട് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും മെഷർമെന്റിന് എടുക്കുന്നത്. മുകളിലോട്ട് മെഷർ ചെയ്യുമ്പോൾ, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ വി വിൽ കൺസിഡർ ദ മെഷർമെന്റ് ആസ് പോസിറ്റീവ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെറിക്കൽ മിറർ അല്ലെങ്കിൽ യൂസസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്പെറിക്കൽ മിറേഴ്സ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. നോർമലി ഇപ്പൊ നമ്മൾ ഈ രണ്ട് പിക്ചേഴ്സ് ഒരെണ്ണം എന്താണ്? ഒരാള് ലൈക്ക് ഷേവ് ചെയ്യാണ് അല്ലെ? ആൻഡ് സെക്കൻഡ് പിക്ചർ എന്താ കാണിക്കുന്നത്? സെക്കൻഡ് പിക്ചറിൽ ഇറ്റ്സ് എ റിയർ വ്യൂ മിറർ. ഒരു വണ്ടിയുടെ, ഒരു വെഹിക്കിളിന്റെ റിയർ വ്യൂ മിറർ ആണ് സെക്കൻഡ് പിക്ചറിൽ കാണിച്ചേക്കുന്നത്. സോ നിങ്ങൾ റിയർ വ്യൂ, ഒരു വണ്ടികളുടെ മിറേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അടുത്ത് പോയി ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊരു നോർമൽ പ്ലെയിൻ മിറർ അല്ല യൂസ് ചെയ്തേക്കുന്നത്. ഇൻസ്റ്റെഡ് ഒരു ചെറിയ ബൾജിങ് ഉള്ള ഒരു മിറർ ആണ് നോർമലി വണ്ടികളിൽ യൂസ് ചെയ്യുന്നത് റിയർ വ്യൂ മിറർ ആയിട്ട്. അപ്പൊ ഇനി തൊട്ട് ലൈക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാം, വണ്ടികളുടെ അടുത്ത് പോയിട്ട് ആ മിറർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അറ്റ്ലീസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താണ്, ഒരു പുറത്തോട്ടൊരു തള്ളൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ മിറർ, റിയർ വ്യൂ മിറർ നമ്മൾ ഒരിക്കലും പ്ലെയിൻ മിറർ അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ ഷേവിംഗ് മിറർ, അതായത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മൾ നോർമൽ മിറേഴ്സ് നോർമലി പ്ലെയിൻ മിറേഴ്സ് ആയിരിക്കും. പക്ഷേ ഷേവിംഗ് മിറേഴ്സ് ആയിട്ട് നമ്മൾ അറ്റ് ടൈംസ് മേ ബി അച്ഛന്മാരോ അല്ലെ ചെറിയൊരു മിറർ ഉണ്ടായിരിക്കും. ലൈക്ക് നമുക്ക് ഷേവിംഗ് സെറ്റിലൊക്കെ വാങ്ങിക്കുമ്പം ചെറിയൊരു മിറർ കിട്ടും. സോ അതും ഒരു പ്ലെയിൻ മിറർ ആയിരിക്കില്ല, അതും ഒരു സ്പെറിക്കൽ മിറർ ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കോൺകേവ് മിററിന്റെ ആപ്ലിക്കേഷൻസ്, കോൺകേവ് മിറർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫിലിം പ്രൊജക്ടേഴ്സ് ആൻഡ് യൂസ്ഡ് ഇൻ സെർച്ച് ലൈറ്റ്. സോ ഇതിനൊക്കെ ഇതിന്റെ ഒക്കെ ഒരു കോമൺ കാരണം എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, കോൺകേവ് മിറർ നമ്മൾ എന്തുകൊണ്ടാണ് ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? സോ ദാറ്റ് ആ ഇമേജ് വിൽ ബി എൻലാർജ്, നമുക്ക് വലുതാക്കി കാണാൻ പറ്റും. നമ്മളിപ്പോ നേരത്തെ മാഗ്നിഫിക്കേഷന്റെ കേസ് പറഞ്ഞപ്പോഴും നമ്മൾ ആ ഇമേജ് എൻലാർജ്ഡ് ഇമേജ് ആണ്, ഒബ്ജക്റ്റിനേക്കാളും സൈസ് കൂടിയ ഇമേജ് ആണ് നമുക്ക് മാഗ്നിഫിക്കേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നമ്മൾ കണ്ടത്. സോ നോർമലി കോൺകേവ് മിറേഴ്സ്, ഷേവിംഗ് മിറേഴ്സ് അല്ലെങ്കിൽ മേക്കപ്പ് മിറേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് വെച്ച് ഷേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ ആ ഒരു പോർഷൻ നമുക്ക് എൻലാർജ് ആയിട്ട് കാണാൻ പറ്റും, വലുതായിട്ട് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ഫോർ അസ് അല്ലേ? നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഇമേജ് ലാർജർ ആവുന്നതുകൊണ്ട്. സോ അതുകൊണ്ടാണ് നോർമലി ഷേവിംഗ് മിറേഴ്സ്, മേക്കപ്പ് മിറേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കോൺകേവ് മിറേഴ്സിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെർച്ച് ലൈറ്റിലും കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. സെർച്ച് ലൈറ്റ് എന്ന് പറയുമ്പോൾ ടോർച്ച് പോലുള്ള ഒബ്ജക്ട്സിലും നമ്മൾ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താണ്? റിയർ വ്യൂ മിറർ ആയിട്ടാണ്, അല്ലെങ്കിൽ റിഫ്ലക്ടർ ഇൻ സ്ട്രീറ്റ് ലാംപ്സ്. പിന്നെ അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ വ്യൂയിങ് വെഹിക്കിൾസ് ഇൻ ടേൺസ്. നിങ്ങൾ ഈ റോഡ് ഇപ്പൊ ജംഗ്ഷൻ വരുന്ന ഒരു ടി ജംഗ്ഷൻ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ, ടി ജംഗ്ഷൻ കൂട്ടിമുട്ടുന്ന സ്ഥലത്തിന്റെ ഓപ്പോസിറ്റ് ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കോൺവെക്സ് മിറർ. ആ മിറർ വെക്കുന്നതിന്റെ റീസൺ എന്തിനാന്ന് വെച്ചാൽ ഈ ഇവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ആ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് വരുന്നവർക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത്. സോ ഈ കോൺവെക്സ് മിറർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റിയർ വ്യൂ മിററിന്റെ കേസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ റിയർ വ്യൂ മിറർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. ബാക്കിൽ വണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സൈഡിലോട്ട് ലെഫ്റ്റ് തിരിയുമ്പോഴോ റൈറ്റ് തിരിയുമ്പോഴോ ഒക്കെ നമ്മൾ റിയർ വ്യൂ മിറർ നോക്കിയിട്ട് വണ്ടി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ എന്ത് തിരിയുന്നത്. സോ കോൺവെക്സ് മിററിന് പകരം കോൺകേവ് മിറർ ആണെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടികൾ ഭയങ്കര എൻലാർജ്ഡ് ആയിട്ട് കാണും.
സോ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ബാക്കിലുള്ള ഒരു ഫീൽഡ് ഓഫ് വ്യൂ ഭയങ്കര കുറവായിരിക്കും. സോ വെഹിക്കിൾസ് ഒക്കെ ഭയങ്കര എൻലാർജ്ഡ് ആയിട്ട് കാണുമ്പോൾ പ്രോപ്പർലി നമുക്ക് എന്ത് വെഹിക്കിൾ ആണ്, ചെറിയ വെഹിക്കിൾ ആണോ വലിയ വെഹിക്കിൾ ആണോ എന്നുള്ളത് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് മിറർ യൂസ് ചെയ്യുമ്പോൾ എന്താ, ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. സോ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അതായത് ബാക്കിലുള്ള ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് ലോങ് ഡിസ്റ്റൻസിലുള്ള വസ്തുക്കളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് കുറച്ച് ഡിമിനിഷ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്, കുറച്ച് ചെറുതായിട്ടായിരിക്കും കാണുന്നത്. സോ പക്ഷേ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടാണ് മെയിൻലി റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് നമ്മൾ കോൺവെക്സ് മിറർ തന്നെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലാംപ്സും ഈ ടേൺസിലൊക്കെ ജംഗ്ഷൻസിൽ വെക്കുന്ന പ്ലേസ് ചെയ്യുന്ന വലിയ മിററും കോൺവെക്സ് മിറർ ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ ജംഗ്ഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു മിറർ കണ്ടാൽ ലൈക്ക് ട്രൈ ടു സ്റ്റോപ്പ് ആൻഡ് ലുക്ക് അറ്റ് ദ മിറർ. നിങ്ങൾ നിർത്തിയിട്ട് ആ മിറർ ഒന്ന് അടുത്ത് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു വലിയ കോൺവെക്സ് മിറർ ആണ്. ലൈക്ക് പുറത്തോട്ട് ഔട്ട്വേർഡ് സർഫസ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു കോൺവെക്സ് മിറർ ആണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ വണ്ടികളുടെ മിറേഴ്സും നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ ഫീൽ ദാറ്റ് പ്രൊട്രൂഡിങ് ഔട്ട്വേർഡ്സ്. ഓക്കെ, സോ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. സോ വിൽ സമ്മറൈസ്, നമുക്കൊന്ന് റീകോൾ ചെയ്യാം എന്തൊക്കെയാണ് വിളിച്ചത്. ഫസ്റ്റിൽ നമ്മൾ മെയിൻലി ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താ, ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് മിറർ അല്ലേ. സോ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് മിറർ ആണ് എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ കോൺവെക്സ് മിററിന്റെ രണ്ട് കേസ് ആണുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. കോൺവെക്സ് മിററിന് പ്രിൻസിപ്പൽ ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചർ എന്നൊക്കെ പറയുന്നത് വിർച്വൽ ആണ്. ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ മിറർ. സോ അവിടെ ബിഹൈൻഡ് ദ മിറർ നമുക്ക് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റില്ല. ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും മിററിന്റെ ഫ്രണ്ടിൽ വേണം വെക്കാൻ. സോ രണ്ട് കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താണ്, ഇൻഫിനിറ്റിയിലാണ് എന്തിരുന്നത്, മിറർ ഒബ്ജക്റ്റ് ഇരുന്നത്. സെക്കൻഡ് കേസിൽ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ അല്ലേ, ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ. ഓക്കെ, സോ നമ്മൾ ഇമേജിന്റെ ഫോം ചെയ്ത ഇമേജിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടു. എന്താണ്, വളരെ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ നമുക്ക് ഇമേജ് കിട്ടുന്നത് എന്താണ്, ഫോക്കസിലാണ് ഇമേജ് കിട്ടുന്നത്. വളരെ ഡിമിനിഷ്ഡ് ആണ്, ഒരു പോയിന്റ് ഇമേജ് ആണ്. സോ വെരി മച്ച് ഡിമിനിഷ്ഡ് ആണ്, വിർച്വൽ ആണ് ആൻഡ് ഓൾസോ ഇറക്റ്റും ആണ്. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന ഇമേജ് അല്ലേ. ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ, ഇൻഫിനിറ്റിന്റെയും പോളിന്റെ ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്, ഇമേജിന്റെ പ്രത്യേകത എന്താണ്, ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ പോൾ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. പോളിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഇടയിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. ആൻഡ് ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്, ഡിമിനിഷ്ഡ് ആണ്. പക്ഷെ വളരെ ഡിമിനിഷ്ഡ്, വെരി മച്ച് ഡിമിനിഷ്ഡ് അല്ല, പക്ഷെ ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും കുറവാണ്. ആൻഡ് എന്താണ്, വിർച്വലും ആണ് ഇറക്റ്റും ആണ്. വിർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്, കാരണം ബാക്ക് സൈഡിലാണ്. ആൻഡ് ഓൾസോ ഇമേജ് ആൻഡ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. ഓക്കെ, ഇൻവേർട്ടഡ് അല്ല ഇറക്റ്റ് ഇമേജ് ആണ്. പിന്നെ നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തത്, മാഗ്നിഫിക്കേഷൻ. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്ത്, മാഗ്നിഫിക്കേഷൻ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. സോ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് എന്ത് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾസോ നമ്മൾ മാഗ്നിഫിക്കേഷന്റെ സൈൻ കൺവെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾ ആക്സിസിന് മുകളിലോട്ട് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മെഷർമെന്റ്സ് എല്ലാം നമ്മൾ നോർമലി പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ട് മെഷർ ചെയ്യുന്ന മെഷർമെന്റ്സിന് നമ്മൾ എന്താണ്, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, യൂസസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് കണ്ടു അല്ലേ. യൂസസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ്. സോ മെയിൻലി കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ ആണ്. സോ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്ന ഡെയിലി ഡേ ടു ഡേ ലൈഫ് ആപ്ലിക്കേഷൻസ് എന്താണ്, റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ജംഗ്ഷൻസിൽ നമ്മൾ ലാർജ് മിറർ, സോ ദാറ്റ് ആ ജംഗ്ഷനിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. അതിന്റെ റീസൺ എന്താണ്, ഭയങ്കര വലിയ ഫീൽഡ് ഓഫ് വ്യൂ ആണ് കോൺവെക്സ് മിററിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കോൺകേവ് മിറേഴ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കോൺകേവ് മിററിനെ നമ്മൾ കോൺകേവ് മിററിന്റെ ഇമേജസ് നോർമലി എൻലാർജ്ഡ് ആയിരിക്കും. സോ നമ്മൾ ഷേവിംഗ് മിറർ ആയിട്ടും മേക്കപ്പ് മിറർ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. സോ ദാറ്റ് എന്താ, നമ്മൾ അടുത്ത് വെച്ച് മുഖം നോക്കുമ്പോൾ നമുക്ക് എൻലാർജ് ചെയ്ത് കാണാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. സോ കോൺകേവ് മിറേഴ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഷേവിംഗ് മിറേഴ്സ് ആൻഡ് മേക്കപ്പ് മിറേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ, വേറെ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് റിയർ വ്യൂ മിറർ ആയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. Manorama Horizon, learning made simple.